ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് ഭക്ഷണം കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ കൊണ്ടുപോയ ചായ കുടിച്ച്, ചായ ഒരു 1.5 ഗ്ലാസ് പാലിൻ്റെ ചായ ഇട്ട് അത് ഞാൻ കുടിച്ച്. അതിൻ്റെ കൂടെ ഞാൻ കഴിച്ചത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും നെത്തോലി ചമ്മന്തിയാണ്. നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിന്നൊരു 2 കഷ്ണം കൊണ്ടുപോയതാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇത് ബാലൻസ് ഇവിടെ വീട്ടിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഞാൻ ചോറുണ്ടാക്കി, നെത്തോലി ചമ്മന്തി ഉണ്ടാക്കി, പപ്പടം പൊരിച്ച് 3 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ നേരത്തെ കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ നല്ല വള്ളിപ്പയർ വിഴുക്കുവരട്ടിയത് മുളകും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് എണ്ണയിൽ വഴറ്റി എടുത്തതാണിത്. നല്ല രസമുണ്ട്. കഴിച്ചു നോക്കാം ഞാൻ. നല്ല മണമൊരുരേ കൊള്ളാം. ചോറെടുക്കാം. ഇപ്പം 4:44 ആയി. ഞാൻ ഇപ്പോഴാണ് ചോറ് കഴിക്കുന്നത്. ഇച്ചിരി കഴിക്കാമെന്ന് വിചാരിച്ചത്. ഒരു മതി. ചോറ് ഇത്തിരി കഴിച്ചാൽ മതി. തോനെ നല്ല ടേസ്റ്റാണിത്. നമ്മുടെ നെത്തോലി ചമ്മന്തി 2 പച്ചമുളക്, 3 വറ്റൽമുളക് ചുട്ടത്, പിന്നെ തേങ്ങ, ചുമന്നുള്ളി, ഉപ്പ്, നമ്മൾ നെത്തോലി വറുത്ത് അതൊന്നുകൂടെ കഴുകിയിട്ടാണ് പൊടിച്ചത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോയേനെ. തോനെ പൊടിഞ്ഞു പോയാൽ അതിനകത്ത് കമ്പ് കണക്ക് കടിക്കാൻ കാണത്തില്ല. നമ്മൾ ഇരുമ്പിച്ചട്ടിയിൽ ഈ അപ്പം ചൂടുന്ന ഇരുമ്പിച്ചട്ടിയിലായതുകൊണ്ട് നല്ലപോലെ മൂത്ത്. എന്നിട്ട് ഞാൻ ഒന്ന് കഴുകി, എന്നിട്ടും നല്ലപോലെ പൊടിഞ്ഞ് നല്ല ചെറിയ കടിയൊക്കെ ഉള്ളൂ. പപ്പടം നാൽപ്പത്തിനാലായി. വിശക്ക് ഞാൻ കഴിച്ചോട്ടെ. ഇത്ര ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോഴാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. ചൂടിപ്പോൾ വന്നിട്ട് ഞാൻ കുളിച്ച് നിസ്കരിച്ച് എന്നിട്ട് ഞാൻ വെച്ച് ഒരു അരമണിക്കൂറായി വെച്ചിട്ട് ഇപ്പോഴാണ് അതിൽ നിന്ന് ഇത്രയും കഴിക്കാമെന്ന് വിചാരിച്ച്. എന്തിനാ ഈ ഫോട്ടോ വീണ്ടും കൊണ്ടുവച്ചത്? എന്റെ ശ്രുതി, ഈ കല്യാണങ്ങളുടെ ഫോട്ടോ ഇവിടെ വച്ചാൽ നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവുമെന്ന് പറഞ്ഞത് വളരെ ശരിയാ. ആ ഫോട്ടോ വിളിച്ചത് കേട്ടില്ലേ? നമ്മള് സബ് ഡീലേഴ്സിനെ കളക്ട് ചെയ്ത് കൊടുത്തില്ലേ? അതിന്റെ പ്രോഫിറ്റ് 10 ലക്ഷം രൂപ അദ്ദേഹം അക്കൗണ്ടിലേക്ക് അയച്ചത്. അത് പറയാനിപ്പോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. സത്യമാണോ? ഓ, സത്യമാണ് ശ്രുതി. എന്റെ കല്യാണമേ, എല്ലാം എന്റെ ഈ കല്യാണമ്മ കാരണം.
ഇതെങ്ങനെ ആന്റി കണ്ട ആകെ പ്രശ്നമാവേ. അത് ശരിയാ. ഞാൻ ചെന്ന് വാങ്ങേണ്ടി വരും അമ്മയുടെ കയ്യിൽ നിന്ന്. വിശപ്പുണ്ട്. ഒരാൾ മാത്രമേ തരാനുള്ളൂ എനിക്ക്, വേറെ ആരും തരാനില്ല. ആർക്കുള്ളേയും കഴിക്കത്തില്ല. ഞാൻ പടച്ചോനെയാണ് ഓർമ്മിച്ചത്. പടച്ചോൻ തരുന്നെന്നാണ് ഞാൻ ഓർമ്മിച്ചത്. ഒരു കാരണവശാലും കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ദേവിയെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും ആരും സംസാരിക്കരുത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട ദേവി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. Something to operate by Medium Future. Join India's #1 commerce store. IEC Russia. Eastern. കേരളത്തിലെ #1 സമ്പർക്കം. എന്തൊരു ചൂടാണിത്. സ്കിൻ ഒന്ന് കൂളാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യൂ. പുതിയ ലൈഫ് ബോയ് ഐസ് ബാർ. ഇതിലുണ്ട് കൂൾ സെൻസേഷൻസ്. ഇത് ശബ്ദത്തിന് കുളിർമ നൽകുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അടിപൊളിയാണ്. ലൈഫ് ബോയ് ഐസ് ബാർ ആണ്. നീ തന്നെ ബാൽക്കണിയിൽ പോയി നിൽക്ക്. അവിടെ വെയിലുണ്ടാവില്ല. ഭയങ്കര ടേസ്റ്റ്. മീനും ഇറച്ചിയൊക്കെ എന്തിനാണ്? നെത്തോലി ചമ്മന്തി, പയറും ഇരിക്കട്ടും പപ്പടവും മാത്രം മതി ചോറിന്. ഇപ്പോൾ ഒരു കൂൾ മിൽക്ക് ഷേക്കിൽ ഇന്ത്യ കടുത്ത വേനൽക്കായി എന്തുപയോഗിക്കും? ബൈ. പുതിയ ഏരിയൽ പവർ ജെൽ ഇപ്പോൾ ലാവെൻഡറിന്റെ സുഗന്ധത്തിൽ. സാദാ ചമ്മന്തി അല്ല, നെത്തോലി ചമ്മന്തിയാണ്. കഴിച്ചോട്ടെ ഞാൻ.